ഇ.ഡി. ഉദ്യോഗസ്ഥൻ പ്രതിയായ വിജിലൻസ് കേസിൽ കൂടുതൽ തെളിവുകൾ പുറത്ത്. രണ്ടാം പ്രതി വിൽസൺ വർഗീസും പരാതിക്കാരനും തമ്മിലുള്ള ശബ്ദ സംഭാഷണം മീഡിയ വണ്ണിന് ലഭിച്ചു. 30 ലക്ഷം രൂപ അഡ്വാൻസായി നൽകിയാൽ കേസ് ഒതുക്കി തീർക്കാമെന്ന് വിൽസൺ സന്ദേശത്തിൽ പറയുന്നു. പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് തിരിച്ചടിയായി കാണുന്നില്ലെന്ന് വിജിലൻസ് എസ്.പി പറഞ്ഞു. കേസിലെ ഒന്നാം പ്രതി ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയിൽ അപേക്ഷ നൽകി. പരാതിക്കാരനായ അനീഷിന് ഇ.ഡി. സമൻസ് അയച്ചതിന് പിന്നാലെയുള്ള ഓഡിയോ സന്ദേശമാണ് പുറത്തു വന്നത്. 30 ലക്ഷം നൽകിയാൽ പിന്നെ ഇ.ഡിയിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ലെന്നും താൻ മറിച്ചു പറഞ്ഞാൽ അവർ താങ്കളെ പൂട്ടിക്കളയുമെന്നും വിൽസൺ പറയുന്നുണ്ട്. പല കേസുകളിലും താൻ ഇ.ഡിക്ക് വേണ്ടി ഇടനിലക്കാരനായിട്ടുണ്ടെന്നും ആദായനികുതി വകുപ്പുമായും തനിക്ക് നല്ല ബന്ധമാണെന്നും വിൽസൺ ഓഡിയോയിൽ പറയുന്നു. അവരുടെ ആസ്കിംഗ് ഒക്കെ വേറെ ലെവലാണ്. അപ്പൊ നമ്മൾക്ക് ഇത് എന്തോ ഒരു ഓഫർ ഇടാൻ പറ്റും, നിങ്ങൾക്ക് പറ്റണ ഒരു ഓഫർ അല്ല. സാറ് ഒരു 10-30 ലക്ഷം ടോക്കൺ അറേഞ്ച് ചെയ്യും. എന്നിട്ട് 25-ാം തീയതി 14-ാം തീയതി കേസില്ലേ, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മുന്നോട്ട് നീങ്ങാം. ഓഡിയോ ക്ലിപ്പിനെ കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കുന്നില്ലെന്നും കൂടുതൽ തെളിവുകൾ സമാഹരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും വിജിലൻസ് എസ്.പി പറഞ്ഞു. പ്രിലിമിനറി ആയിട്ട് ഞങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ അതിൽ കുറച്ച് വാസ്തവങ്ങളൊന്നും ഉണ്ടെന്ന് കണ്ടുകൊണ്ടാണ് നമ്മളതിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് 3 പേരെ അറസ്റ്റ് ചെയ്തത്. ഇനി ബാക്കി ഭാഗങ്ങളിലേക്കുള്ള അതിൻ്റെ യഥാർത്ഥ അവസ്ഥ കണ്ടെത്താനുള്ള ശ്രമം തുടർന്നു വരികയാണ്. കേസിൽ ഇന്നലെ ജാമ്യം ലഭിച്ച രണ്ടാം പ്രതി വിൽസൺ, മൂന്നാം പ്രതി മുകേഷ്, നാലാം പ്രതി രഞ്ജിത്ത് വാര്യർ എന്നിവർ ചോദ്യം ചെയ്യലിന് ഹാജരായി. അതേസമയം കേസിലെ ഒന്നാം പ്രതി ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. താൻ നിരപരാധിയാണെന്നാണ് ഹർജിയിൽ ശേഖർ കുമാർ പറയുന്നത്. കേസിൽ പ്രതി ചേർത്തത് ദുരുദ്ദേശത്തോടെ